ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിശാചാണല്ലേ നമ്മളെല്ലാ തിന്മയിലേക്കും കൊണ്ടുപോകുന്നത്. നമുക്ക് തിന്മ ചെയ്യാൻ കഴിയാതിരുന്നാലുള്ളൊരവസ്ഥ ആലോചിച്ച് നോക്കി. തിന്മ ചെയ്യാൻ കഴിയുന്നില്ല, എന്തൊരു സുഖമായിരിക്കും, എന്തൊരു രസമായിരിക്കും. നന്മകൾ മാത്രമുള്ള ലോകമല്ലേ. അപ്പോൾ തിന്മകളിൽ നിന്നും രക്ഷ ലഭിക്കാൻ വേണ്ടി നമുക്ക് തിന്മ ചെയ്യാൻ കഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതാണത്. അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ അർളി ആലിമൽ ഖൈബി വശഹാദതി ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബ കുല്ലി ഷൈഇൻ വമലീകഹു അഊദു ബിക മിൻ ശർരി നഫ്സി വമിൻ ശർരി ശൈത്വാനി വശിർകിഹി വഅൻ അക്തരിഫ അലാ നഫ്സി സൂഅൻ ഔ അജുറഹു ഇലാ മുസ്ലിം. ഇതാണ് നമ്മുടേത്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, എല്ലാവരും ചൊല്ലുക, പതിവാക്കുക. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ഒരു ദുആ ഒരു തവണയെങ്കിലും നമ്മൾ അള്ളാഹുവിനോട് ഇത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് അറ്റ്ലീസ്റ്റ് ഒരു തവണ, നമുക്ക് 3 തവണയൊക്കെ പ്രാർത്ഥിക്കാം കേട്ടോ. 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും ചെയ്യണം. ഇതിൻ്റെ പരിഭാഷ മലയാളം അർത്ഥം കൂടി ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ 5 വക്ത് നിസ്കാര ശേഷവും ചൊല്ലുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ നന്മകളിൽ നിന്നും തടയുന്നത്, തിന്മയിലേക്ക് നയിക്കുന്നത് പിശാചിൻ്റെ ഓരോ കളികളാണല്ലേ. നമ്മുടെ മാതാപിതാക്കളായിട്ടുള്ള ഉപ്പാപ്പയും ഉമ്മാമ്മയും ആയിട്ടുള്ള ആദം നബി അലൈഹി ഇസ്ലാമും അതുപോലെ തന്നെ ഹവ്വ ബീവിയും തെറ്റ് ചെയ്യാൻ കാരണമായതും ഈ ഇബ്ലീസ് തന്നെയാണ്. അപ്പോൾ ഈ ഇബ്ലീസിൻ്റെ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിലേക്ക് ഏറ്റവും നന്നായിട്ട് അടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ ചെയ്യുന്ന തിന്മകളെല്ലാം വെടിഞ്ഞ് അള്ളാഹുവിൻ്റെ മാത്രം ഒരാളായിട്ട്, അള്ളാഹുവിൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക് നിലനിൽക്കണം നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആനിക് റൂട്ട്സ് അക്കാഡമിയുടെ നല്ല മനുഷ്യനാകാം എന്ന് പറയുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അടിപൊളി ക്ലാസ്സാണ്. നിസ്കരിക്കാത്ത മറ്റ് നിങ്ങൾക്ക് മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ മാറ്റിയെടുക്കാം. പിന്നെ പറയാം, എനിക്ക് നിസ്കരിക്കാനൊന്നും മടിയൊന്നുമില്ല, എന്നാലും എനിക്ക് എൻ്റെ അള്ളാഹുവിലേക്ക് ഒന്നുകൂടി അടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതും സാധിച്ചെടുക്കാം. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ദുസ്വഭാവം ദുശീലങ്ങളുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും. അടിപൊളി ക്ലാസ്സുകൾ തന്നെയായിരിക്കും ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യുക. 20 ദിവസത്തെ ക്ലാസ്സാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ദേഷ്യം, വാശി, ക്ഷമക്കേട് ഇങ്ങനത്തെ ഒക്കെ മാറിക്കിട്ടും കേട്ടോ. നിങ്ങളുടെ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ 2 തരത്തിലുള്ള ക്ലാസ് ഉണ്ട്. ബാച്ച് ആയിട്ടുള്ള ക്ലാസ്സുകളുണ്ട്, പേഴ്സണലായിട്ടുള്ള ക്ലാസ്സുകളുണ്ട്. ബാച്ച് ആകുമ്പോൾ പൊതുവായിട്ടായിരിക്കും, അതിന് 500 രൂപയാണ് ഫീ വരുന്നത്. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആകുമ്പോൾ 700 രൂപയാണ് ഫീ വരുന്നത്. അത് നിങ്ങളുടെ പ്രശ്നത്തിനായിട്ടും നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിൽ ജോയിൻ ചെയ്യാം. ഇനി ഇതിൽ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാനൊരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ അംഗമാവുക കേട്ടോ. നിങ്ങളുടെ നമ്പർ വേറെ ആർക്കും കാണാൻ പറ്റില്ല കേട്ടോ, അതോർത്ത് ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താല്പര്യമുള്ളവരൊക്കെ അംഗമാവുക. അപ്പം ഞാൻ നിങ്ങൾക്ക് വിളിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും.